അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇവിടെ ജോമോൻ ചക്കാലക്കലിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഗവർണർ ഔദ്യോഗികമായി നടത്തിയ ഒരു പരിപാടിയല്ല, അദ്ദേഹം നടത്തിയ മറ്റൊരു പരിപാടിയിൽ ഈ നിലയിലുള്ള ചിഹ്നങ്ങളും നിലവിളക്ക് ഉൾപ്പെടെയുള്ള സംഗതികളും ഉണ്ടാകുമെന്ന് പി പ്രസാദുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ശേഷം തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി അവിടേക്ക് പോയത്. പിന്നെ എന്തിനാണ് ഈ പ്രതിഷേധം? ഒന്ന്. രണ്ടാമതായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ഏത് ബിംബവും ഏത് ചിഹ്നവും ഏത് പതാകയും പ്രദർശിപ്പിക്കുന്നതിൽ ആർക്കും തർക്കമില്ല, അവർ തടസ്സപ്പെടുത്തില്ല. പിന്നെന്തിനാണ് അവരുടെ സ്ഥാപനങ്ങളെ നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത്? അവരുടെ സ്ഥാപനം എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണ്. ഇത് രാജ്ഭവനാണല്ലോ, ഗവർണറുടെ താമസ സ്ഥലമാണ്. ഗവർണർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, ഈ ഭരണഘടനാ ഹെഡായിട്ടുള്ള ഗവർണർ താമസിക്കുന്ന രാജ്ഭവൻ ഒരു പൊതു ഇടം തന്നെയാണ്. ഇപ്പോൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ നമുക്കറിയാം, അത് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഒഫീഷ്യൽ പരിപാടിയായിട്ടാണ് രാജ്ഭവനിൽ പരിപാടി വെച്ചത്. അപ്പം അതിൽ പ്രോട്ടോകോൾ നിശ്ചയിച്ച് അവസാനം വരുന്ന നോട്ടീസിലാണ് ഇത്തരത്തിൽ ദേശീയഗാനം പാടിയല്ല പരിപാടി ആരംഭിക്കുന്നത്, മറിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് പരിപാടി ആരംഭിക്കുന്നത് എന്ന് ബോധ്യമായത്. അപ്പോൾ തന്നെ കൃഷിമന്ത്രി ഇടപെടുകയും ആ പരിപാടി അവിടെ നിന്നും മാറ്റി സെക്രട്ടേറിയറ്റിന് സമീപമുള്ള അനക്സ് ഹാളിലേക്ക് മാറ്റുകയും ചെയ്തു. വളരെ ധീരമായിട്ടുള്ള നിലപാട് അന്ന് എടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റു മന്ത്രിമാരുമെല്ലാം അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും അത് രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം രാജ്ഭവൻ ഇതിൽ നിന്ന് പിന്നോക്കം പോയി എന്നും ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിൽ ഇത്തരത്തിൽ RSSന്റെ അജണ്ട നടപ്പാക്കാനുള്ള നീക്കം ഈ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ള തരത്തിലുള്ള വാർത്ത വന്നു. രാജ്ഭവൻ തന്നെയാണ് അത് ഗവൺമെന്റ് സംവിധാനത്തെ അറിയിച്ചത്. പക്ഷേ ഇന്നലെ നടന്ന പരിപാടിയും ഔദ്യോഗികമായിട്ടുള്ള പരിപാടിയാണ്, സ്കൗട്ട് ആൻഡ് ഗൈഡുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ്. അതിൽ മുഖ്യ അതിഥിയായിട്ട് ചെന്നത് വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ്. അങ്ങനെ മന്ത്രി ചെല്ലുമ്പോൾ ഇത്തരത്തിൽ ഒരു പുഷ്പാർച്ചനയൊക്കെ നടത്തി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം കണ്ടു. വളരെ വ്യക്തമായി ഇത് പ്രധാനമന്ത്രിയോ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രപിതാവിന്റെ പടമോ മറ്റുമൊന്നുമല്ല. ഇത് കൃത്യമായിട്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സാഹചര്യമാണ്. ഇത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്ന് ആ യോഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വാക്കൗട്ട് നടത്തി തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി അവിടുന്ന് പോരുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ഇവിടെ ദി പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 1971 ആക്ട് ഉണ്ട്. അതുപ്രകാരം നമ്മുടെ ദേശീയ ഫ്ലാഗ്, ദേശീയ പതാകയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റ് ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഇൻസൾട്ടിങ് നടത്തുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തി മാതൃകാപരമായിട്ട് ശിക്ഷിക്കേണ്ട 3 വർഷം വരെ തടവ് കിട്ടുന്ന ശിക്ഷ ഉൾപ്പെടുന്ന നിയമമാണ്. ഇതിൽ അവർ കൃത്യമായി ഇന്ത്യയുടെ ഭൂപടത്തെ വക്രീകരിച്ച് കാണിക്കുന്നു. അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ അടങ്ങുന്ന ഒരു പ്രത്യേക വിഭാഗം എന്ന രൂപത്തിലാണ് RSSന്റെ സങ്കല്പത്തിലുള്ളത്. ഇപ്പം അതില്ലല്ലോ. കാരണം പാകിസ്ഥാനായും അഫ്ഗാനിസ്ഥാനായും ബംഗ്ലാദേശ്, നേപ്പാൾ അവരൊക്കെ സ്വതന്ത്ര രാജ്യങ്ങളാണ്. ഈ സ്വതന്ത്ര രാജ്യങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി ഇന്ത്യയുടെ പതാക എന്ന രൂപത്തിൽ വക്രീകരിച്ച് കാണിക്കുന്നു ഒരു ഭാഗത്ത്. രണ്ടാമത്, ദേശീയ പതാകയ്ക്ക് പകരം ഇപ്പോൾ ഭാരതാംബ എന്ന രൂപത്തിൽ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു സങ്കല്പം എന്ന രൂപത്തിലൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ പോലും അതിൽ വെള്ള വസ്ത്രം ധരിച്ച് കൃത്യമായിട്ട് തന്നെ രുദ്രാക്ഷമാലയൊക്കെ കയ്യിൽ പിടിച്ച് ഇന്ത്യയുടെ ദേശീയ പതാക പിടിച്ച് അതോടൊപ്പം തന്നെ മറ്റേ കൃഷി കറ്റയൊക്കെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു സങ്കല്പമായിട്ടാണ് പല ചിത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിനു പകരം ഈ അഖണ്ഡ ഭാരതത്തിന്റെ പശ്ചാത്തലം എന്ന രൂപത്തിൽ ഇന്ത്യയുടെ അയൽവക്ക രാജ്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത്, പാകിസ്ഥാനാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് മറ്റേ കാശ്മീരാണെങ്കിൽ അതിലില്ല, ആ തരത്തിൽ ചിത്രീകരിച്ച് ഇവരുടേതായിട്ടുള്ള ഭഗത് ധ്വജം അവരുടെ കയ്യിൽ കൃത്യമായിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് ദേശീയ പതാകയ്ക്ക് പകരം അത്തരത്തിൽ RSS മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക പരിപാടികൾ, RSSന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ആ രൂപത്തെ കൊണ്ടുവന്ന് രാജ്ഭവനിൽ സ്ഥാപിക്കുകയും അതിൽ മന്ത്രിമാരും മറ്റുള്ളവരുമെല്ലാം പുഷ്പാർച്ചന നടത്തണം എന്ന് ഔദ്യോഗിക പരിപാടിയുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്താൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത് ഗവർണർ തന്നെയാണ്. ഇത്തരത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ ഭരണഘടനയെ അതിന്റെ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടേ പോകൂ, പ്രോട്ടോകോൾ ലംഘിക്കില്ല എന്നൊക്കെ ഇൻഫോം ചെയ്തതും ഇതേ ഓഫീസ് തന്നെയാണ്. പക്ഷേ വളർന്നതും ജനിച്ചതും വളർന്നതും മുന്നോട്ട് പോയതും ഇങ്ങനെ ഒരു ഗവർണർ സ്ഥാനം കിട്ടിയതും എല്ലാം RSSന്റെ നേതാവായതുകൊണ്ടാണ് എന്നതുകൊണ്ട് ആ RSSന്റെ അജണ്ട നടപ്പാക്കാൻ തനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന രൂപത്തിൽ ആ അജണ്ടയുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അതിശക്തമായിട്ട് പ്രതിഷേധിക്കുകയും പ്രക്ഷോഭം നടത്തുകയും അതോടൊപ്പം തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഇത്തരം പരിപാടികൾ രാജ്ഭവനിൽ നിന്ന് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി നടക്കാൻ പോകുന്ന കാര്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടി ആയിരിക്കണം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തന്നെ എഡിറ്റോറിയൽ എഴുതി RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ. അതുപോലെ തന്നെ ഭരണഘടന നിലവിൽ വന്ന നവംബർ 26, 1949 അന്ന് അവരുടെ എഡിറ്റോറിയൽ പറഞ്ഞത്
പരിപൂർണമായിട്ടുള്ള അതൃപ്തിയും അസന്തുഷ്ടിയും രേഖപ്പെടുത്തുന്നു എന്ന് തന്നെയാണ്. അത് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന എഴുതിയുണ്ടാക്കി അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒപ്പിട്ട് അത് നടപ്പിലായ ദിവസം പരിപൂർണമായിട്ടുള്ള അസംതൃപ്തിയും അതുപോലെ തന്നെ അസന്തുഷ്ടിയും രേഖപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 1949 നവംബർ മാസം 30 ഇന്ത്യയുടെ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ രാജ്യത്തിന്റെ ഭരണഘടനയായിട്ട് സ്ഥാപിക്കണം എന്നും എഡിറ്റോറിയൽ എഴുതിയത് ഇതേ ഓർഗനൈസർ തന്നെയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവർ അന്നും ഇന്നും ഈ ദേശീയ പതാകയെ ആദരിക്കുന്നില്ല, ഭരണഘടനയെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി വേണമെന്ന് വാദിക്കുന്നവരാണ്. അവർ നിരന്തരമായി അവരുടെ അജണ്ട നടപ്പാക്കാനായിട്ട് രാജ്ഭവനെ ഉപയോഗിച്ചാൽ, ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ ഉപയോഗിച്ചാൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധത്തെ നേരിടേണ്ടി വരും. അതാണ് ഇന്നും ഇന്നലെയും എല്ലാം കണ്ടത്. തെറ്റുതിരുത്താനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കൃഷി വകുപ്പിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിനുശേഷം അത് തിരുത്തുമെന്ന് തന്നെയാണ് ബോധ്യപ്പെട്ടത്. പഴയ ഗവർണറുടെ പാതയിലൂടെ തന്നെ ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ നടത്തി നിയമസഭ പാസാക്കിയ നിയമത്തിനെതിരെ പ്രവർത്തിച്ച് ബില്ലുകൾ പാസ്സാക്കാതിരിക്കുക, അതുപോലെ തന്നെ തനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ മാത്രം നടത്തി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന രൂപത്തിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും മറന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, സഖാവ് പിണറായി വിജയൻ സഖാവിന്റെ ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടി വയ്ക്കുകയോ മറ്റെന്തെങ്കിലും ഫോട്ടോ വയ്ക്കുകയോ ചെയ്താൽ ഞങ്ങൾക്കൊരു പ്രതിഷേധം ഇല്ല എന്നൊക്കെ പറയുന്നത് ഈ വാദത്തിന്റെ ഭാഗമായിട്ടല്ലേ? ഇവർ അനാവശ്യമായിട്ടുള്ള എത്രയോ വിവാദങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളാരും അങ്ങനെ വയ്ക്കുന്നവരെ, മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒന്നും അങ്ങനെ വയ്ക്കുന്നവരല്ല. കാരണം അവർക്ക് ഭരണഘടന എന്താണ്, ഭരണഘടനാ മൂല്യങ്ങൾ എന്താണ്, അതുപോലെ ഒഫീഷ്യൽ പരിപാടികൾ എന്താണ്, ഗവൺമെന്റിന്റെ പരിപാടി എന്താണ്, പാർട്ടി പരിപാടി എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം തികഞ്ഞ ബോധമുള്ളവരും ബോധ്യമുള്ളവരുമാണ്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയയ്ക്കും ഇവർ നിൽക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ വാദത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും ഇത് ഗുരുതരമായിട്ടുള്ള പിശകാണ്, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് ഗവർണർ കാണിച്ചിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളും ഈ സംസ്ഥാനത്ത് ഉയർന്നു വരും. ഇത്തരം പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഗവർണർ തയ്യാറാകുന്നതെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഭാവിയിൽ കാണേണ്ടി വരും എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ.